കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ആനിമയിലെ 5 ബാഡാസ് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ ആനിമയിലെ 5 കിടുക്കം വില്ലന്മാരെ പറ്റിയായിരിക്കും പറയുന്നത്. ബാഡാസ് ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കണ്ടു, ഒരുപാട് മാരക ഐറ്റംസിൻ്റെ പേരൊക്കെ കേട്ടു. ആൻഡ് ചില ക്യാരക്ടേഴ്സിനെ ഒന്നും കേട്ട് പരിചയം പോലും ഇല്ല. അതായത് ഇനിയും ഒരുപാട് ആനിമേസ് കാണാനുണ്ട്. ആനിമേ എന്ന് പറയുന്ന ഒരു തലത്തിൻ്റെ ഒരു ബിഗിനർ സ്റ്റേജിലാണ് ഞാൻ എന്നെ മനസ്സിലാക്കി തന്ന ഒരുപാട് കമൻസ് ഞാൻ കണ്ടിരുന്നു. സോ മാക്സിമം ആനിമേസ് ഒക്കെ കണ്ട് ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ കഥ നോക്കാൻ പോകുന്നത് 5 മാരക വില്ലന്മാരെ പറ്റിയായിരിക്കും. ഇത് എൻ്റെ ഒരു പേഴ്സണൽ പിക്കാണ്. അതായത് ഞാൻ കണ്ടിട്ടുള്ള ആനിമേസിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 5 വില്ലന്മാരെ പറ്റിയാണ് ഈ ഒരു വീഡിയോ കഥ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അധികം പറഞ്ഞൊന്നും വെറുപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്യാരക്ടർ യോഹാൻ ലിബർട്ട്. മോൺസ്റ്റർ എന്ന ആനിമയിലെ മെയിൻ ആൻറ്റഗോണിസ്റ്റാണ് യോഹാൻ ലിബർട്ട് എന്ന ക്യാരക്ടർ. ആക്ച്വലി ചില ആനിമേസിലും അതുപോലെ തന്നെ പല കാറ്റഗറി ഓഫ് സിനിമകളിലൊക്കെ അതിൻ്റെ നായകൻ്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു നായകനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുടെ പേരോ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു മോൺസ്റ്റർ എന്ന ആനിമയിലേക്ക് വരുമ്പോഴത്തേനും ആ ഒരു പേര് മെയിനായിട്ടും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേര് മെയിനായിട്ടും എടുത്ത് കാണിക്കുന്നത് ഇതിലെ വില്ലനായിട്ടുള്ള യോഹാൻ ലിബർട്ട് എന്ന ക്യാരക്ടറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഈവൻ നമുക്ക് പോലും സംടൈംസ് നമ്മുടെ ചിന്താഗതിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാസ്റ്റർ പീസ് ക്യാരക്ടറാണ് യോഹാൻ ലിബർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആനിമെ കണ്ടുപോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ചിന്താഗതി എത്രത്തോളം എക്സ്ട്രീമിലേക്ക് പോകും, നമുക്കൊക്കെ ചിന്തിച്ച് എത്താൻ പറ്റുന്നതിനെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് ആ ഒരു സംഭവം മൊത്തത്തിൽ ദഹിപ്പിക്കാൻ പറ്റുന്നതിനെ കഴിഞ്ഞും എത്രത്തോളം എക്സ്ട്രീം ലെവലിലോട്ടൊരു മനുഷ്യന് പോകാൻ പറ്റും എന്ന് കാണിച്ചു തന്നൊരു ക്യാരക്ടറാണ് യോഹാൻ ലിബർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പോയിലേഴ്സ് ആകും, ഒരുപാട് ഡീഡ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പ്യുവർലി മാനിപ്പുലേറ്റീവ് ക്യാരക്ടറാണ്. അതായത് തൻ്റെ ലുക്ക് വെച്ചുകൊണ്ടും പേഴ്സണാലിറ്റിയൊക്കെ വെച്ചുകൊണ്ടും ഒരുപാട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് തമ്മി കൊല്ലിക്കുന്നു. അതായത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിക്ക്, ഏറ്റവും നീചമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിക്ക് ആളുകളെ കൊന്നു തള്ളുന്നൊരു ക്യാരക്ടറാണ് ഈ ഒരു യോഹാൻ ലിബർട്ട് എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരു ചിന്താഗതി വെച്ചിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ ആൾക്കാർ ജീവിക്കുന്നതിന് ഒരു വാല്യൂ ഇല്ല. ആകെ ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കുന്നത് ആളുകൾ മരിക്കുക എന്നുള്ളത് മാത്രമാണ്. ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിന് ഒരു തരത്തിലുള്ള അർത്ഥവും ഇല്ല എന്ന് ചിന്തിച്ച് വെക്കുന്ന അത്രയ്ക്കും ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൈൻഡുള്ളൊരു ക്യാരക്ടറാണ് യോഹാൻ ലിബർട്ട് എന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കിളി പറക്കും. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഒരു തരത്തിലുള്ള ഐഡിയയും, അതായത് മോൺസ്റ്റർ എന്ന ആനിമെ കാണുകയോ യോഹാൻ ലിബർട്ട് എന്ന ക്യാരക്ടറിനെ പറ്റി കേൾക്കുകയോ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും അങ്ങനെയുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സിമ്പിൾ കോണ്ടെക്സ്റ്റ് ഇട്ട് തരാം. അതായത് ഈ ഒരു യോഹാൻ ലിബർട്ടിൻ്റെ ക്യാരക്ടർ എത്രമാത്രം എക്സ്ട്രീം ആണെന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ ഇവൻറ്റ്. അത് ഈ ഒരു ആനിമയിലെ വളരെ ഒരു ചെറിയ പോർഷൻ മാത്രം. ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു യോഹാൻ ലിബർട്ട് എന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വയസ്സിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഓർഫനേജിൽ വളരുകയുണ്ടായി. അപ്പം ആ ഒരു എക്സ്പെരിമെൻ്റൽ ഓർഫനേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെയൊക്കെ സോൾജേഴ്സ് ആക്കി മാറ്റുക, നാസി സോൾജേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് അവരെ എക്സ്ട്രീം ആയിട്ടുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും പലതരത്തിലുള്ള ട്രെയിനിങ് മുറകളിലൂടെയൊക്കെ കടത്തിവിടുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ഈ ഒരു ഓർഫനേജിൽ ഒരുപാട് കുട്ടികൾ വളരുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മുടെ യോഹാൻ ലിബർട്ടും വളരുന്നത്. യോഹാൻ വളരെ ബുദ്ധിമാനും, അതായത് യോഹാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് എക്സ്ട്രീം ലെവൽ ഓഫ് ചിന്താഗതിയും ആ ഒരു 11ാമത്തെ വയസ്സിൽ ആ ഒരു ക്യാരക്ടർ വേറെ ലെവൽ ഓഫ് കൈൻഡിലൂടെയാണ് പോകുന്നതെന്ന് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പുള്ളിക്ക്, അതായത് ആ ഒരു എക്സ്പെരിമെൻ്റൽ ഓർഫനേജ് തന്നെ നടത്തുന്ന പുള്ളിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു യോഹാൻ ലിബർട്ട് എന്ന് പറയുന്ന ക്യാരക്ടറിന് ആ ഒരു ഓർഫനേജിൽ നിന്ന് പോവേണ്ട ഒരു ആവശ്യമുണ്ടായി, അല്ലെങ്കിൽ ആ ഒരു ഓർഫനേജിൽ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന എൻ്റെയർ ആൾക്കാരെ, അതായത് കുട്ടികളും ഇൻസ്ട്രക്ടേഴ്സും അടക്കമുള്ള എല്ലാവരെയും തമ്മി തല്ലിപ്പിച്ചുകൊണ്ട് ഏകദേശം 50-ന് മേളിൽ ആൾക്കാരെ ഒരു വിരൽ പോലും ഞൊടിക്കാണ്ട് കൊന്നുകളഞ്ഞു. അതായത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കം ഉണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ ഒരു ആൾക്കാർ അന്യോന്യം കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 11 വയസ്സുള്ള യോഹാൻ ലിബർട്ട് അതിൻ്റെ തൊട്ടപ്പുറേ മുകളിലായിട്ടുള്ളൊരു ചെയറിലിരുന്നുകൊണ്ട് ഇവർ തല്ലി ചാവുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് കണ്ട് രസിക്കുകയാണ്. അത്രയ്ക്കും സൈക്കോട്ടിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് യോഹാൻ ലിബർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം എക്സ്ട്രീം ആണെന്ന്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഈ ഒരു ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്, ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം വില്ലനസ് ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ കാണുക. മോൺസ്റ്റർ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും
യൊഹാൻ ലിബർട്ട് ആരാന്നാണ്. ഇതിലും കൂടുതൽ ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കുന്നില്ല, പക്ഷേ ഇറ്റ്സ് മാർവലസ്. അതായത് സത്യം പറഞ്ഞ് എന്നെ ഞെട്ടിച്ചൊരു ഐറ്റമാണ് യൊഹാൻ ലിബർട്ട് എന്ന് പറയുന്ന ആൻറ്റഗോണിസ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വൺ ആൻഡ് ഓൺലി മാദര ഉച്ചിഹ അഥവാ ദ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ. ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഞാൻ എടുത്ത് പറഞ്ഞ് നിങ്ങളെ അറിയിക്കണമെന്നില്ല. കാരണം ഈ ഒരു മാദര ഉച്ചിഹ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഫാൻ ബേസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതാണ്. നറൂട്ടോ എന്ന് പറയുന്ന ആനിമയിലൂടെ ആൾക്കാരുടെയൊക്കെ മനസ്സിലേക്ക്, അതായത് ഒരു കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള വില്ലന്മാരുടെ കാറ്റഗറിയിലേക്ക് കയറിയ ഒരു ഐറ്റമാണ് മാദര ഉച്ചിഹ എന്ന് പറയുന്നത്. അന്നും ഇന്നും എന്നും ഇങ്ങനെയുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ലെജൻഡറി വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കുറച്ച് പേരുകളിൽ ഒന്നായിരിക്കും മാദര ഉച്ചിഹ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ മൊത്തത്തിലുള്ള ലുക്കും ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യങ്ങളും അത് വേറെ ലെവലാണ്. ആക്ച്വലി ഞാൻ ആ ബാഡാസ് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ മറന്നുപോയൊരു ഐറ്റവും കൂടെയാണ് മാദര ഉച്ചിഹ എന്ന് പറയുന്ന ക്യാരക്ടർ. കാരണം എന്ത് ലെവൽ ഓഫ് എക്സ്പോഷർ ആണെന്നറിയാം ആ ഒരു ക്യാരക്ടർ ഈ ഒരു നറൂത്തോയുടെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. നറൂത്തോ ഷിപ്പുഡനിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ എൻട്രൻസ് തൊട്ട് അങ്ങോട്ട് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. കാരണം 80,000-ഓളം വരുന്ന ഷിനോബീസും അതുപോലെ തന്നെ ജിഞ്ചുറുക്കീസും കാഗേസും ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുക, അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് സിമ്പിൾ. ആ ഒരു ക്യാരക്ടറിൻ്റെ ലെജൻഡറി പവർ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കുക. കാരണം മെയിൻ നായകനെ പോലും സൈഡാക്കിക്കൊണ്ട് വന്ന് നിന്നിട്ട് ഇങ്ങേര് പൂണ്ട് വിളയാടുന്നൊരു സംഭവമുണ്ട്. അത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് പല ആളുകൾക്കും. അതായത് നറൂത്തോ കണ്ടു തീർത്ത് ഇപ്പോൾ ഒരു 10, 100, 200 ആനിമേസ് ഒക്കെ കണ്ട ആൾക്കാർക്കൊക്കെ ഈ ഒരു മാദര ഉച്ചിഹ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴത്തേനും അയ്യെന്ന് തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി വെച്ച ആ ഒരു എക്സ്പോഷർ, ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി വെച്ച ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം പല വില്ലന്മാർക്കും പ്രചോദനമാകാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ട്, വേക്ക് അപ്പ് ടു റിയാലിറ്റി, നത്തിങ് എവർ ഗോസ് ആസ് പ്ലാൻഡ് ഇൻ ദിസ് അക്കേഴ്സ്ഡ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് എൻ്റെ മോനെ. അതായത് ആക്ച്വലി ഒരു വില്ലനും അപ്പുറം ഒരു പെർഫെക്റ്റ് ബ്രോക്കൺ ഹീറോ എന്നൊക്കെ നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് മാദര ഉച്ചിഹ എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഫേവറേറ്റ് വില്ലനാക്കി, ഒരു ഫേവറേറ്റ് ക്യാരക്ടറാക്കി തന്നെ വെക്കുവാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഐറ്റം, അങ്ങനത്തെ ഒരു സംഭവം കുറച്ച് എപ്പിസോഡ്സ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നറൂത്തോൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെയാണ്. അത് കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു എഫക്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആയിട്ടുള്ള മാദരയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ ലൈറ്റ് യാഗമിയാണ്. ലൈറ്റ് യാഗമി എന്ന് പറയുന്ന ക്യാരക്ടറും ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ആനിമയും കാണാത്തവരും വളരെ ചുരുക്കമായിരിക്കും. ഈ ഒരു ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ആനിമയുടെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് AOT കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പോപ്പുലാരിറ്റി ഉള്ളൊരു സെനീൻ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റം ഡെത്ത് നോട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഡെത്ത് നോട്ടിലെ മെയിൻ വില്ലൻ ആണ് നമ്മുടെ ലൈറ്റ് യാഗമി എന്ന് പറയുന്ന ക്യാരക്ടർ. ആദ്യം ഒരു നായകൻ പരിവേഷത്തിലൂടെയൊക്കെ തുടങ്ങുമെങ്കിൽ കൂടെ പിന്നീട് ഒരു വില്ലനസ് ആയിട്ടുള്ള ഐറ്റമായിട്ട് നമ്മുടെ ലൈറ്റ് യാഗമി മാറുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ ലെലൂഷ് ഓഫ് ബ്രിട്ടാനിയ, അതുപോലെ തന്നെ എറൻ യേഗർ, ഈ ക്യാരക്ടേഴ്സൊക്കെ ആനിമയുടെ തുടക്കത്തിലും അവസാനത്തിലും എനിക്ക് നായകന്മാരെ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവരെ ഇനി ഒരുപാട് ഡീഡ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുണ്ട്, ഈവൻ എറൻ ബില്യൺസ് ഓഫ് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഈ എറൻ യേഗറിനെയോ ലെലൂഷിനെയോ ഒന്നും ഒരു വില്ലൻ കാറ്റഗറിയിൽ പെടുത്താൻ ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് ലൈറ്റ് യാഗമിയെ ഒരു നായകൻ്റെ സ്ഥാനത്തു നിന്ന് പിന്നീട് വില്ലനായി തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ലൈറ്റ് യാഗമി AKA കീറ എന്ന് പറയുന്നത്. അപ്പം ഒരു പയ്യനൊരു ബുക്ക് കടന്ന് കിട്ടുകയാണ്. ആ ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേനും അതിന് ഡെത്ത് നോട്ട് എന്നുള്ള പേരുണ്ട്. ആ ഒരു ബുക്കിൽ ആൾക്കാരുടെ പേര് എഴുതി കഴിഞ്ഞാൽ ആ പേരുള്ളയാൾ മരിച്ചു പോകും എന്ന് നമ്മുടെ ലൈറ്റ് യാഗമിക്ക് മനസ്സിലാകുന്നു. പിന്നീട് ലോകത്തിലെ ക്രൈം റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാരക്ടർ ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരുടെ പേരെഴുതുന്നു, അവരെ കൊല്ലുന്നു. ആൻഡ് എൻറ്റയർ വേൾഡിനെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് പിടിച്ചു കുലുക്കുകയാണ്. അതായത് ആദ്യം ജപ്പാനിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് എൻറ്റയർ വേൾഡിനെ തന്നെ ക്രൈംസിൽ ഇങ്ങനെ കുറച്ച് ആ ഒരു പേരെഴുതി കഴിഞ്ഞാൽ തങ്ങൾ മരിച്ചു പോകും എന്നുള്ള പേടി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ്. അത്രയ്ക്കും മാരകമായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ പിടിക്കാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നു. അവിടെയാണ് ആക്ച്വലി ലൈറ്റ് യാഗമി എന്ന് പറയുന്ന വില്ലൻ അങ്ങോട്ട് കയറി വരുന്നത്. അതായത് അതുവരെ ജസ്റ്റിസിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ പിന്നീട് അവിടെ ഒരു മൈൻഡ് ഗെയിം ബാറ്റിലിന് വേണ്ടിയുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഉടലെടുത്തെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എല്ലുമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ആൻഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മരിച്ചതിന് ശേഷം നമ്മുടെ ലൈറ്റ് യാഗമി
ഈ ആ ഒരു ക്യാരക്ടറിൻ്റെ ശവകുടീരത്തിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് ചിരിക്കണ ഒരു സീനുണ്ട്. അതായത് ഞാൻ ജയിച്ചില്ല, ഇനി നീ എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്ന ഒരു സീനുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആനിമേന്ന് ആ ഒരു എപ്പിസോഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ആ ഒരു സീൻ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു സീനാണ്. അത് സത്യം പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ച് കളയും. കാരണം ആ ഒരു ക്യാരക്ടർ എത്രമാത്രം ക്രൂരനാണ്, എത്രമാത്രം നീചമായിട്ടുള്ള ചിന്താഗതിയാണ് ആ ഒരു ക്യാരക്ടറിനുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഏറ്റവും ടോപ്പ് നോച്ച് വില്ലന്മാരുടെ കൂട്ടത്തിൽ എടുത്തു വെക്കുവാൻ സാധിക്കുന്ന നമ്മുടെ യോഹാൻ ലിബർട്ടിൻ്റെയൊക്കെ കാറ്റഗറി ഓഫ് ആൾക്കാരിലേക്ക് എടുത്തു വെക്കുവാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ലൈറ്റ് യാഗമി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി വില്ലന്മാരുടെ കൂട്ടത്തിൽ എപ്പോഴും എടുത്തു വെക്കുവാൻ തോന്നിയിട്ടുള്ളൊരു ഐറ്റമാണ് ലൈറ്റ് യാഗമി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഒരാളും കൂടെയാണ് ഇങ്ങനെ. അടുത്ത ക്യാരക്ടറാണ് ഷോ ടക്കർ. I did it, boys. I finally did it. A chimera that understands human speech. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആരാണ്, ഏത് ആനിമയ്ക്കകത്തുള്ള ഐറ്റം ആണെന്നൊക്കെ തോന്നും. അപ്പോൾ ഷോ ടക്കർ എന്ന് പറയുന്നത് ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആനിമയ്ക്കകത്തുള്ളൊരു മെയിൻ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ സംഭവമാണ്. ഈ ഒരു ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റിനകത്ത് തന്നെ ഇനിയും ഒരുപാട് വില്ലന്മാരുണ്ട്, അല്ലെങ്കിൽ മെയിൻ ഒരുപാട് വില്ലന്മാരുണ്ടെങ്കിൽ കൂടെ എന്തുകൊണ്ടാണ് ഞാൻ ഷോ ടക്കറിനെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൻസർ ഇങ്ങനെ ചെയ്ത ഒരൊറ്റ കാര്യമാണ്. ഒരൊറ്റ സിമ്പിൾ ഡീഡ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒമ്നിയസ് ആയിട്ടുള്ള വില്ലനായിട്ട് മാറിയത്. വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ലിസ്റ്റിനകത്തോട്ട് വേറെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കയറ്റാം. ഒബിത്ത് ഉച്ചിക കിടപ്പുണ്ട്, നാഗത്തോ കിടപ്പുണ്ട്, ഡൊഫ്ലമിംഗോ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ കണ്ട ആനിമേഷനകത്ത് ഒരുപാട് ഒമ്നിയസ് ആയിട്ടുള്ള വില്ലന്മാരെ ഇങ്ങോട്ട് കയറ്റാം. പക്ഷേ ഇങ്ങനെ ചെയ്ത ആ ഒരു കാര്യം ആക്ച്വലി ഒരു പെർഫെക്റ്റ് വില്ലൻ, അതായത് ഇതാണ് വില്ലൻ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിക്കുള്ള എന്ത് തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്, എന്ത് തരത്തിലുള്ള മനുഷ്യനാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഐറ്റമാണ് ഷോ ടക്കർ. അപ്പോൾ നമ്മുടെ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റിനകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള എഡും ആലും ഒരു ബയോ ആൽക്കമിസ്റ്റിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ബയോ ആൽക്കമിസ്റ്റാണ് ആക്ച്വലി ഷോ ടക്കർ. ഇങ്ങേർക്ക് ഒരു മകളുണ്ട്, അതുപോലെ തന്നെ ഒരു പട്ടിയുണ്ട്. പട്ടിയുടെ പേര് അലക്സാണ്ടർ എന്നാണ്, മകളുടെ പേര് നീന എന്നാണ്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സുമായിട്ട്, അതായത് ഈ നീനയായിട്ടും അതുപോലെ തന്നെ അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു ഡോഗുമായിട്ട് നമ്മുടെ എഡും ആലും ഭയങ്കരധികം കമ്പനി ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഷോ ടക്കറിനെ പുറമേ നിന്ന് നോക്കിയാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ആൾക്കാരോട് സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ആ ഒരു ക്യാരക്ടറായിട്ട് സംസാരിക്കുന്ന സമയത്ത് എഡും ആലും ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. ഈ ക്യാരക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ ബയോ ആൽക്കമിയിലൂടെ ഒരു ചിമേരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിമേര എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കൈൻഡ് ഓഫ് ക്രീച്ചറാണ്. അത് നമ്മുടെ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഹ്യൂമൻ സ്പീച്ചിന് കേപ്പബിൾ ആയിട്ടുള്ള, മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു ചിമേരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ഈ ഒരു ആൽക്കമിസ്റ്റിനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഷോ ടക്കറിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മുടെ എഡ് വാലും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു റിസർച്ച് നടക്കുന്നതിനിടയ്ക്കാണ് എഡ് വാലും അങ്ങോട്ടേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അതിന് ശേഷം ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ഷോ ടക്കർ എന്ന് പറയുന്ന ക്യാരക്ടർ സക്സസ്ഫുള്ളി ഒരു ചിമേരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ചിമേരയ്ക്ക് ഹ്യൂമൻ സ്പീച്ചിനുള്ള ഇതുമുണ്ട്, പവേഴ്സും ഉണ്ട്. ഈ ക്യാരക്ടർ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനൊരു ചിമേരെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. താൻ തോറ്റു പോകുന്നുള്ള പേടിയുണ്ട്. ആ ഒരു സംഭവത്തിനെയൊക്കെ സർപ്പാസ് ചെയ്തിട്ടാണ് അവസാനം ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു ചിമേരെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ലേറ്റർ ആ ഒരു ചിമേരയുടെ സ്വഭാവവും അതുപോലെ തന്നെ സംസാരത്തിലുള്ള ആ ഒരു പാറ്റേൺ കേട്ട് കഴിയുമ്പോൾ തന്നെയാണ് ആക്ച്വലി എഡിനും ആലിനും മനസ്സിലാവുന്നത് സത്യത്തിൽ അത് ഒരു ചിമേരയല്ല. ഈ ഒരു ക്യാരക്ടർ, അതായത് ഈ ഒരു ഷോ ടക്കർ എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ മകളായിട്ടുള്ള നീനയും അതുപോലെ തന്നെ ഡോഗായിട്ടുള്ള അലക്സാണ്ടറിനെയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കി എന്തോ തരത്തിലുള്ളൊരു ജീവിയാണ്. കണ്ടാൽ ചിമേരയായിട്ട് തോന്നും, പക്ഷേ അത് ആക്ച്വലി ചിമേരയല്ല. തൻ്റെ മകളെയും ആ ഒരു ഡോഗിനെയും കൂടെ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന എന്തോ കൈൻഡ് ഓഫ് ഒരു ക്രീച്ചറാണ്. അതറിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം വില്ലനസ് ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഈ ഒരു സെയിം കൈൻഡ് ഓഫ് റിസർച്ചിലൂടെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം വില്ലനസ് ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് നമുക്ക് ആ ഒരു പോയിന്റിലൂടെ മനസ്സിലാവും. ആ ഒറ്റ സിംഗിൾ കാരണം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഏറ്റവും വില്ലനസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചത്. കാരണം ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഡീഡ്സ് ചെയ്യുന്ന വില്ലന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയ്ക്കും മൈൻഡ് സെറ്റ് ഉള്ള ഒരു വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പുറമേ വളരെ ശാന്ത സ്വഭാവം കാണിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മാനിപ്പുലേറ്റീവ് ആയിട്ടും ആൾക്കാരെ എങ്ങനെ മുതലെടുക്കണം, തൻ്റെ ഫെയിലിയേഴ്സിനെ എങ്ങനെ മാറ്റണമെന്നൊക്കെ വളരെ ഉമ്യസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് പോകുന്നൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഷോ ടക്കർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് ലൂഷ്യസ് ആർട്ടോറിയസ് കാസ്റ്റസ് അഥവാ അസ്കലാഡ്. ルキウス・アルトリウス・カストゥス、よこそがこのブリタニアの地を滑るべき正当の王である。 അസ്കലാഡ് എന്ന് പറയുന്ന ക്യാരക്ടർ വിൻലാൻഡ് സാഗയ്ക്കകത്തുള്ള ഒരു മെയിൻ ക്യാരക്ടറാണ്. അപ്പം ഈ ഒരു അസ്കലാഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പറയാൻ സാധ്യതയുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇങ്ങനെ വില്ലനല്ല, ഇങ്ങനെ നായകൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നൊരു ക്യാരക്ടറായിരുന്നു. ഇങ്ങനെ ആകെ ചെയ്തിട്ടുള്ളൊരു തെറ്റെന്ന് പറയുന്നത് തോർസിനെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഒരു ആനിമയ്ക്കകത്തൂടെ നമ്മൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ക്യാരക്ടർ ഒരുപാട് വില്ലനസ് ആയിട്ടുള്ള ഡീഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടർ, അതായത് ഈ ഒരു ആനിമയ്ക്കകത്ത് തന്നെ ഏറ്റവും മെയിൻ ക്യാരക്ടറായിട്ടുള്ള ത്രോഫിനെ ഏറ്റവും മോൺസ്റ്ററസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാക്കി മാറ്റിയത് അസ്കലാഡ്
അസ്കലാഡാണ്. ആ ഒരു ക്യാരക്ടറിനെ കൊന്നു കളയാണ്ട് തൻ്റെ ആ ഒരു മെർസണറി ബാൻഡിനകത്ത് വെച്ചുകൊണ്ട് ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ക്യാരക്ടറാക്കി മാറ്റി. കാരണം തോർസിൻ്റെ മകനായതുകൊണ്ട് തന്നെ അവന് ഒരുപാട് കഴിവുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ തൻ്റെ കൂട്ടത്തിൽ നിർത്തി ഒരു മോൺസ്റ്റർസ് ആക്കിയുള്ള ഒരു ഐറ്റമാക്കി മാറ്റിയത്. പിന്നീട് തൊറോഫിന് ഏറ്റവും വലിയ റിഗ്രറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ചത് ആക്ച്വലി ഈ ഒരു അസ്കലാഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പം ഇങ്ങരുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ലൂഷ്യസ് ആർട്ടോറിയസ് കാസ്റ്റസ് എന്നാണ്. ഇങ്ങരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വെയിൽസിനെ ഈ ഒരു വൈക്കിംഗ് അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് തൻ്റെ പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ട്, അങ്ങനത്തെ നല്ലതായിട്ടുള്ള ഒരുപാട് ചിന്താഗതിയുണ്ട്. പക്ഷേ ഇൻ ദി എൻഡ് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. തൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡീഡ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തൊറോഫിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊരു വില്ലനസ് ആയിട്ടുള്ള ഒരു മോൺസ്റ്ററാക്കി മാറ്റുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 11, 12, 13, 14, 15 ഈ പ്രായത്തിനിടയിൽ 100 കണക്കിന് വാരിയേഴ്സിനെ കൊല്ലുവാനും അതുപോലെ തന്നെ തോർക്കൽ പോലുള്ളൊരു വമ്പൻ ക്യാരക്ടറിനെതിരെ ബാറ്റിൽ പിടിച്ചു നിൽക്കുവാനും സാധിക്കുന്ന തരത്തിൽ ഒരു ക്യാരക്ടറിനെ, ഒരു പയ്യനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമില്ല. അപ്പം അത്രയ്ക്കും കേപ്പബിലിറ്റീസ് ഉള്ളൊരു ഐറ്റമാണ് അസ്കലാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരുപാട് വില്ലനസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയേക്കുന്ന ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വൈക്കിങ്സ് ആയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഗ്രാമങ്ങളെ ചുട്ടിരിക്കുന്നുണ്ട്, കുന്നു കളയുന്നുണ്ട്. ഒരു ദയാദാശുണ്യം ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് വേണമെങ്കിൽ നമുക്ക് അസ്കലാഡിനെ പറയുവാൻ സാധിക്കും. അപ്പം സിമ്പിളി ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും ഒരുപാട് ബ്രഹ്മാണ്ഡ വില്ലന്മാരുടെ കൂട്ടത്തിലേക്കൊന്നും എടുത്തു വെക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ കൂടെ എനിക്ക് എന്തോ ഇത്രയും ആനിമേസ് കണ്ടതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങ് പോകാത്തൊരു ക്യാരക്ടറാണ് അസ്കലാഡ്. ഒരേ സമയം ആരാധനയും തോന്നും, അതുപോലെ തന്നെ എന്ത് ജാതി വില്ലനാണ് ഇങ്ങനെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേനും ഇങ്ങനൊരു പ്രോപ്പറായിട്ടുള്ള വില്ലനൊക്കെ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഐറ്റം. അതായത് ഒരു കമാൻഡിങ് പവറുള്ള ഒരു ട്രൂ വാരിയറായിട്ടുള്ളൊരു സംഭവമായിട്ട് നിൽക്കുന്നൊരു വില്ലനാണ് അസ്കലാഡ് എന്ന് പറയുന്നത്. സോ അസ്കലാഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയാണ് ഞാൻ മെയിനായിട്ടും 5 ക്യാരക്ടേഴ്സ്, അതായത് 5 വില്ലൻ ക്യാരക്ടേഴ്സിലൂടെ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു വില്ലന്മാരെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നറിയാം. ചിലപ്പം ചില ആൾക്കാർ ഡൊഫ്ലമിംഗോയെ ഉദ്ദേശിച്ച് കാണും, നാഗത്തോയെ ഉദ്ദേശിച്ച് കാണും, ഞാൻ ഉദ്ദേശിക്കാത്ത കുറേ ക്യാരക്ടേഴ്സിനെ ഉദ്ദേശിച്ച് കാണും. ഈ ഒരു ലിസ്റ്റിനകത്തോട്ട് എന്തായാലും വരാൻ പോകുന്നൊരു പേരാണ് എയ്സൺ. ഞാൻ ഇതുവരെ ബ്ലീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് 1 പീസ് തീർത്തിട്ട് വേണം ബ്ലീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വില്ലനാണ് എയ്സൺ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഏതെങ്കിലുമൊക്കെ വില്ലന്മാരെ പറ്റിയുള്ള തർക്കം കാണുമ്പോഴത്തേന് ആ കൂട്ടത്തിൽ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട പേരും കൂടെയാണ് എയ്സൺ. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു പേര് വരുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇനി വരാൻ പോകുന്ന ആ ഒരു ബ്ലീച്ച് എന്ന് പറയുന്ന ആനിമയും കൂടെ കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റിയും കൂടെ അറിയണം. നമ്മൾ ഓരോ ആനിമേസും കണ്ടുപോകുന്ന സമയത്തും ഓരോ ആൾക്കാരിലൂടെ ഇങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്തൊക്കെയാണ് പല വില്ലന്മാരെ പറ്റിയും പല മെയിൻ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ അറിയുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോക്കകത്തൂടെ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് വില്ലനസ് ആയിട്ട് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഒരു സെയിം കാര്യം തന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വില്ലന്മാരെയും കൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.